ഈ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പാട്ട് പാടിയ ചെറുപ്പക്കാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇടുക്കിയിൽ വട്ടവട എന്ന് പറയുന്ന സ്ഥലം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? അവിടെ ഭൂപതി എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയെ നിങ്ങൾ മറന്നുപോയില്ലേ? നമസ്കാരം. ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നണികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആദർശങ്ങളൊക്കെ ഏത് വലിയ കുപ്പത്തൊട്ടിയിലും വലിച്ചെറിയുന്നതിന് യാതൊരു ഉളുപ്പും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ഒരു 2-3 സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, രാഹുൽ മാക്കൂട്ട വിഷയമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും നിഴൽ പരാതികൾ പോലെയാണ് ആ ആരോപണങ്ങൾ, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളുടെ പേരിൽ ഏറ്റവും നല്ല കരുത്തുറ്റ അല്ലെങ്കിൽ കറ തീർന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ചെയ്ത ഏറ്റവും നികൃഷ്ടമായൊരു പ്രവൃത്തി. അതാണ് ഒന്നാമത്തെ ഒരു വിഷയം. അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പീഡന പരാതികളൊന്നും ഒരു കാരണവശാലും കോടതികളിൽ എവിടെയും നിലനിൽക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പോലുകൂടെ അത്രയും കഴിവുറ്റ നല്ല ക്വാളിറ്റിയുള്ള നല്ല കറ തീർന്ന 100% കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ 4 ഇരട്ടി പെൺവിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ദീർഘകാലം അല്ലെങ്കിൽ ആജന്മ ശത്രുവായിട്ട് കോൺഗ്രസിനെ കണ്ടുകൊണ്ടിരുന്ന CPM-കാരനായിരുന്ന PK ശശിയെ തോളത്തെടുത്ത് കയറ്റിവെച്ചുകൊണ്ട് ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്ന ആ ഒരു വിഷയം, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ UDF-നെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ബാധിക്കുന്നത്. അതിനേക്കാളെല്ലാം ഉപരി VD സതീശൻ്റെ ആ നികൃഷ്ടമായൊരു പ്രവൃത്തിയെ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നത്. കാരണം ഇത്തരം കാര്യത്തിനകത്തൊക്കെ നിങ്ങളുടെ ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി സതീശ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ UDF-നോട് അനുഭാവമുള്ള ജനങ്ങൾ പോലും ചോദിക്കുന്ന ചോദ്യം. ഇനി ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ ഗൗരവം കൂടിയൊരു കാര്യമാണ്. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അതായത് ഇടുക്കിയുടെ ഏറ്റവും വികസനം കുറഞ്ഞ ഒരു പ്രദേശമായ വട്ടവടയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും. അതായത് ഒരു കാലത്ത് വട്ടവടക്കാരുടെ ഏറ്റവും വലിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാർ പട്ടണമാണ്. മൂന്നാറിനേക്കാളും വലിയൊരു പട്ടണം വട്ടവടക്കാർ പൊതുവെ കണ്ടിട്ടില്ലായിരുന്നു. കാരണം അത്ര ഒരു ഉൾഗ്രാമമാണ് വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ ഒരു വികസനം വന്നിട്ടുണ്ട്. വട്ടവട ആദ്യമായിട്ട് ചെന്നിരിക്കുന്ന ഒരു മന്ത്രി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കാലം ആണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്താണെങ്കിലും വകുപ്പ് ഏതാണെങ്കിലും അദ്ദേഹമാണ് ആദ്യമായിട്ട് കരുണാകരൻ മന്ത്രിസഭയിലെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മന്ത്രി എന്ന നിലയിൽ, കേരളത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയിൽ ആദ്യമായിട്ട് വട്ടവടയിൽ കാലുകുത്തുന്നത്. എന്താണെങ്കിലും ശരി, അദ്ദേഹം അവിടെ ചെന്നതോടുകൂടി വട്ടവടയ്ക്ക് കുറച്ചൊക്കെ ഒരു ഗുണമുണ്ടായി എന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വട്ടവടയിൽ നിന്ന് നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വന്ന ഒരു അഭിമന്യു, ആ പേര് പറയുമ്പോൾ എല്ലാവരും ഓർക്കും. കാരണം അഭിമന്യു എന്ന് പറയുന്ന വ്യക്തി SFI എന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ഒരു യുവ നേതാവായിരുന്നു. ആ വ്യക്തിയെ ഇവിടുത്തെ വർഗീയവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു വിഷയം, ആ ഒരു വിഷയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്നതൊക്കെയാണ്. പക്ഷേ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് ആ വർഗീയവാദികളെ ഇന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്, അതായത് അഭിമന്യു ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ ജീവനും രക്തവും ബലി നൽകിയത്, ആ പ്രസ്ഥാനക്കാർ തന്നെ ഈ കൊലയാളി സംഘത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ന് 4 വോട്ടിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ആഭാസം, അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത് ഇവിടെ ഒന്ന് പരാമർശിച്ചേക്കാമെന്ന് തോന്നി. അതൊന്ന് വായിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ തരാം. ഞാൻ പെറ്റ മകനെ ഓർമ്മയുണ്ടോ സഹാക്കളെ? ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു തമിഴ് കലർന്ന ഒരു മലയാളമാണ് കേട്ടോ. 2018 ഒരു അമ്മയുടെ നിലവിളി. കേരളം മുഴുവൻ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആ അമ്മയുടെ കൂടെ നിലവിളിച്ചതാണ്, കരഞ്ഞതാണ്. അന്ന് ഇനി നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല, ഓർമ്മിക്കാം. നിങ്ങളുടെ തന്നെ സഹാവായിരുന്ന അഭിമന്യുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വർഗീയവാദികൾ ഒറ്റ കുത്തിന് കൊലപ്പെടുത്തിയ നിങ്ങളുടെ സഹാവായിരുന്ന അഭിമന്യു എന്ന പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മറന്നോ നിങ്ങൾ?
വട്ടവടയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെടണം എന്ന മോഹവുമായി എറണാകുളം മഹാരാജാസിലേക്ക് പഠിക്കാൻ വന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്നു ആ പാവം ചെറുപ്പക്കാരൻ. അതായിരുന്നു അഭിമന്യു. മിക്ക ദിവസവും ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു ആ യുവാവ് ജീവിച്ചിരുന്നത് എന്ന് പിന്നീട് വാർത്തകൾ കേട്ടപ്പോൾ കരയാത്ത മലയാളികൾ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് SDPIയുടെ സംഘടനയിലുള്ളവരാണെന്ന് കണ്ടെത്തിയത് നിങ്ങളുടെ തന്നെ പോലീസാണ്. നിങ്ങളുടെ നേതാവായി പിണറായി വിജയൻ ആഭ്യന്തര ഭരിക്കുമ്പോൾ എന്നിട്ട് ഇത്ര വർഷമായിട്ടും അതിൽ ആരെയെങ്കിലും ശിക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ആ കേസ് തന്നെ അട്ടിമറിക്കപ്പെട്ടില്ലേ? ഫയലുകൾ പോലും കാണാതായില്ലേ? പോലീസിൻ്റെ അന്വേഷണ രേഖകളും തെളിവുകളും പലതും അപ്രത്യക്ഷമായി പോയെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. ആ കേസ് മാറ്റിവെച്ചത് പലപ്പോഴായി 29 പ്രാവശ്യമാണെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അവസാനം സഹി കെട്ട് കോടതി പോലീസിനോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഈ കേസ് നടത്താൻ താല്പര്യം ഇല്ലേ എന്ന്. എവിടെ ശിക്ഷ? എവിടെ നീതി? കുറ്റവാളികൾ ഇന്നും സുഖമായി ജീവിക്കുന്നുണ്ട്. പ്രധാന പ്രതികളിൽ ഒരാൾ ഒളിവിലിരുന്നത് വർഷങ്ങളോളം. അവസാനം കൊറോണ കാലത്ത് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകും എന്ന അവസ്ഥ വന്നപ്പോൾ അയാൾ സ്വയം പോലീസിന് മുമ്പിൽ കീഴടങ്ങി എന്നായിരുന്നു വാർത്ത. അന്വേഷണത്തിൻ്റെ കാരണം, അന്വേഷണത്തിൻ്റെ കുണം. അന്നും ഇന്നും കേരളം ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നതും നിങ്ങളാണ്, നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ. ഇനി അഭിമന്യുവിൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച യാഥാർത്ഥ്യം, നാട്ടുകാരുടെ മുഴുവൻ പിരിവിൻ്റെ കണക്ക് ചോദിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആർജവം ഉണ്ടെങ്കിൽ പറയണം. വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ഫണ്ട് പിരിച്ച കാര്യം അന്ന് നിങ്ങൾ എത്ര അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 ലക്ഷം വീടുകളിലും 57,000-ൽ പര കടകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറി പിരിവ് നടത്തിയെന്ന്. എന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് 10 രൂപ വെച്ച് കൂട്ടിയാലും എത്ര തുകയെന്ന് ഇനിയെങ്കിലും പറയാമോ? ആ പിരിവിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സംഭാവന കൊടുത്തു. 50 രൂപ, 100 രൂപ, 500 രൂപ എന്നിങ്ങനെ മിക്കവരും കൊടുത്തത്. അല്ലാതെ 10 രൂപയൊന്നും ആരും കൊടുത്തിട്ടില്ല. 20 ലക്ഷം രൂപയുടെ വീട് അഭിമന്യുവിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു കൊടുത്തു, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. 10 ലക്ഷമോ മറ്റോ ഒരു തുക അവരുടെ വീട്ടുകാർക്കും കൊടുത്തു, അതും നല്ല കാര്യം. പക്ഷെ ബാക്കി പിരിച്ചത് എത്രയാണ്? നാട്ടുകാരുടെ മുഴുവൻ കണക്ക് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ സുതാര്യത ഇല്ലാത്തത്? എത്ര കോടിയാണ് പിരിച്ചത് എന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും പുറത്തേക്ക് പറയാമോ? അന്ന് നിങ്ങൾ കയറിയ വീടുകളും കടകളിലും വെച്ച് നോക്കിയാൽ എത്ര കോടി വരും എന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇന്ന് അഭിമന്യുവിൻ്റെ മരണത്തിന് കാരണക്കാരായ നിങ്ങളുടെ തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന അതേ വർഗീയവാദികളായ SDPIക്കാരോട് ഒരു ഉളുപ്പും ഇല്ലാതെ ചെങ്ങാത്തം കൂടുന്ന നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയും, ഉറപ്പ്. ഇതിന് മറുപടി കേരളം ബാലറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് തരും. SDPI സഖ്യത്തെക്കുറിച്ച് ഉള്ള വാർത്തകൾ കാണുന്ന അഭിമന്യുവിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അവരുടെ ഒരു അവസ്ഥ, സ്വന്തം മകനെ മരണത്തിന് ഇടയാക്കിയ അതേ സംഘടനയോട് കൂട്ടുകൂടുന്നത് കൊല്ലപ്പെട്ടവരുടെ പ്രിയ മകൻ പ്രവർത്തിച്ച അതേ പ്രസ്ഥാനം തന്നെ. ഈ പക്ഷം ദയനീയമാണ്, പരമദയനീയം. ഇതാണോ ഇടതുപക്ഷം? ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം. ഇത് ഒത്തിരി പ്രസക്തമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിവിടെ ഒന്ന് വായിച്ചേക്കാമെന്ന് തോന്നിയത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വട്ടവട എന്ന ഒരു എറണാകുളം ടൗണിലേക്ക് വന്നിട്ട് മഹാരാജാസ് കോളേജിൽ പഠിക്കാനായിട്ട് വന്ന് നല്ല ചുറുചുറുപ്പുള്ള നല്ല ചെറിയൊരു ചെറുപ്പക്കാരൻ അഭിമന്യു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടുള്ള ആഭിമുഖ്യം ശരിക്കും തലച്ചോറിൽ നിറച്ചു വെച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുത്തു, ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. വർഗീയതയ്ക്കെതിരെ ഒരു പോസ്റ്റർ എഴുതി എന്നുള്ളത് മാത്രമാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. ഒരൊറ്റ കുത്തിനാണ് കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിനകത്തുള്ള പ്രതികളെയൊക്കെ സംരക്ഷിച്ചത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാം. ഭൂപതി എന്ന് പറയുന്ന ആ സാധു സ്ത്രീയെ മറന്നാലും നാൻ പെറ്റ മകനെ എന്ന അവരുടെ അലമുറ ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച് ഓർമ്മയായിട്ട് അവശേഷിക്കുന്നില്ലേ? മഹാരാജാസ് കോളേജിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ അമ്മ. അഭിമന്യുവിൻ്റെ അമ്മ ഇത്തവണയും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ വല്ലാതെ കുറ്റബോധത്തോടു കൂടിയിട്ടായിരിക്കും ആ അമ്മ വോട്ട് ചെയ്യുക.
അഭിമന്യുവിനെയൊക്കെ നിങ്ങൾ എന്നേ മറന്നുപോയി. മഹാരാജാസിൽ SFIയുടെ സംഘടനാ പ്രവർത്തകനായതിന്റെ പേരിൽ SDPIക്കാരാൽ കൊല്ലപ്പെട്ട നിങ്ങൾ കേരളത്തിലെ ചുമരുകളിൽ മുഴുവൻ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതി വെച്ച ആ സംഭവങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ആ മറന്നതിന് ശേഷം നിങ്ങളിപ്പോൾ നേമം മുതൽ വേങ്ങര വരെയും മങ്കട മുതൽ മഞ്ചേശ്വരം വരെയും തെരഞ്ഞെടുപ്പ് ധാരണ SDPIയുമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം മറന്നുപോയാലും മായാതെ കിടക്കുന്ന വർഗീയത തുലയട്ടെ എന്ന ആ മുദ്രാവാക്യങ്ങളുടെ മുകളിൽ വെള്ളയടിച്ച് നാൻപറ്റ മകനെ മാപ്പ് എന്നെഴുതി വെച്ചിട്ടേ നിങ്ങൾ വോട്ട് പിടിക്കാൻ ഇറങ്ങാവുള്ളൂ എന്നൊരു അഭ്യർത്ഥനയാണ് CPMന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതേ മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്ത്, ഇതേ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന കാലത്ത് ആ പ്രസ്ഥാനക്കാരെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അഭിമന്യു ജീവനും ചോരയും കൊടുത്ത അതേ പ്രസ്ഥാനക്കാർ തന്നെ ഇവരെ ചേർത്ത് പിടിച്ച് ഇന്ന് ഈ ഇലക്ഷൻ കാലത്ത് കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതായത് പഴയ CPM ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പിണറായിസ്റ്റ് ഫാമിലി ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് PFT, പഴയ CPM ഒക്കെ ശോഷിച്ച PFT ആയിട്ട് മാറിയിരിക്കുകയാണ്, പിണറായിസ്റ്റ് ഫാമിലി ട്രസ്റ്റ്. അതുപോലെ തന്നെ പഴയ DYFIയും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് KPYF ആണ്, കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പിണറായിസ്റ്റ് ഫാമിലിക്കും അല്ലെങ്കിൽ പിണറായിസത്തിനും വേണ്ടിയിട്ട് മാത്രം എന്ത് പറയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം സിന്താവ് വിളിക്കുന്ന പ്രസ്ഥാനമായിട്ട് പഴയ CPM മാറി. അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണറായിസ്റ്റ് ഫാമിലി ട്രസ്റ്റായി മാറി. അതുപോലെ തന്നെ യുവജന സംഘടന DYFI എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ KPYF ആയി. അതായത് കേരള പിണറായിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ ആ രീതിയിലായി ഇരിക്കുകയാണ്. മറ്റേ ഉള്ളത് പഴയ SFI, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇന്നിപ്പോൾ ഉള്ളത് SPK ആണ്. SPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പിണറായിസ്റ്റ് ഓഫ് കേരള, SPK. അതാണിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പഴയ CPMിലുണ്ടായിരുന്ന പല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെല്ലാം ആ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇവിടുത്തെ രാഷ്ട്രീയ അപചയം 4 വോട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ വലിയ ആദർശവാദികളായിട്ടുള്ള പല നേതാക്കന്മാരുടെയും യഥാർത്ഥ ഉള്ളിലിരിപ്പ് ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.